ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ സജീവമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകി. ഡോ ജോൺസ് 0.45%, S&P 1.26%, നാസ്ഡാക്ക് 2%-അടുത്തുമായിട്ടാണ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയത്. അമേരിക്കൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇസ്രായേലും ഹമാസും തമ്മിൽ തുടർന്നു വരുന്ന സംഘർഷ സാധ്യത അവസാനിപ്പിച്ചുകൊണ്ട് ഹമാസ് വെടിനിർത്തലിന് തയ്യാറായത് മൂലം കഴിഞ്ഞ ദിവസം ആഫ്റ്റർനൂൺ സെഷനിൽ മാർക്കറ്റിൽ ഒരു ഉണർവ് പ്രകടമായിരുന്നു. ഈജിപ്ഷ്യൻ ഖത്തർ വെടിനിർത്തൽ പാക്ക് അനുസരിച്ചാണ് ഹമാസ് വെടിനിർത്തലിന് തയ്യാറായിരിക്കുന്നത്. ഇത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷ സാധ്യത ലഘൂകരിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച പുറത്തുവന്ന നോൺ ഫാം പേറോൾ ഡേറ്റയും ജോബ്ലെസ് ക്ലെയിം ഡേറ്റയും ഇൻഫ്ലേഷന് അനുകൂലമായ രീതിയിലുള്ള ഒരു ഡേറ്റയായിട്ടാണ് പൊതുവെ വ്യാഖ്യാനിക്കുന്നത്. ഏപ്രിൽ മാസത്തെ ജോബ്ലെസ് ക്ലെയിം ഉയർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഒരു അനൗൺസ്മെൻറ്റ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ വില 0.61% ഉയർന്ന് $83.47 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ വലിയ വോളറ്റിലിറ്റിയും അതുപോലെ തന്നെ നെഗറ്റീവ് ക്ലോസിംഗും കാണാൻ സാധിച്ചു. PSU സെക്ടർ ബാങ്കുകളിൽ വളരെ സ്റ്റീപ്പ് കറക്ഷൻ കാണാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം നിഫ്റ്റി 33 പോയിന്റ് ഇടിഞ്ഞ് 22,442 അടുത്തായിട്ടാണ് ക്ലോസിംഗ് നൽകിയത്. തുടർച്ചയായ 9ാമത്തെ ട്രേഡിംഗ് സെഷനിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തി. 2168 കോടിയുടെ സെല്ലിംഗാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ തുടർച്ചയായ 9ാമത്തെ ട്രേഡിംഗ് സെഷനിലും ബൈയിങ് സൈഡിലായിരുന്നു. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറി, JSW എനർജി, പെഡ്ലൈറ്റ് ഇൻഡസ്ട്രീസ്, SRF, PB ഫിൻടെക്, യുണൈറ്റഡ് ബ്രൂവറീസ്, വോൾട്ടാസ്, IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പർ, മാക്സ് ഫിനാൻഷ്യൽ സർവീസ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ ബാങ്ക്, സൊനാറ്റ സോഫ്റ്റ്വെയർ, കജാരിയ സെറാമിക്സ്, KEC ഇന്റർനാഷണൽ, ജൂപ്പിറ്റർ വാഗൺ, നവീൻ ഫ്ലൂറൈൻ ഇന്റർനാഷണൽ, ചമ്പൽ ഫെർട്ടിലൈസർ, ഗ്രാഫൈറ്റ് ഇന്ത്യ, സെഞ്ചുറി ടെക്സ്റ്റൈൽസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടാണ് ഇന്ന് പുറത്തുവരാനിരിക്കുന്നത്. ഇനി കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവന്ന ചില സ്റ്റോക്കുകൾക്ക് മുകളിലുള്ള സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. ലുപ്പിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്ത ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് ലുപ്പിൻ പുറത്തുവിട്ടത്. ലുപ്പിനിൽ നിന്നും 520 കോടി രൂപയുടെ പ്രോഫിറ്റ് മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രോഫിറ്റ് 0.79% ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് 439 കോടിയായിട്ടാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 436 കോടിയുടെ പ്രോഫിറ്റായിരുന്നു നേടിയത്. ലുപ്പിൻ്റെ റവന്യൂ 11.9% വർദ്ധിച്ച് 4430 കോടിയിൽ നിന്നും 4961 കോടിയായി ഉയർന്നിട്ടുണ്ട്. 5092 കോടി രൂപയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചു. എബിറ്റ 72% വർദ്ധിച്ച് 578 കോടിയിൽ നിന്നും 996 കോടിയിലേക്ക് ഉയർന്നു. മാർക്കറ്റ് എസ്റ്റിമേഷനുമായി ഇൻലൈനായ എബിറ്റയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. മാർജിൻ 13% വർദ്ധിച്ചിട്ടുണ്ട്. മാർജിൻ 13%-ൽ നിന്നും 20.09%-ലേക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഗുജറാത്ത് ഗ്യാസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 5% വർദ്ധിച്ച് 3929 കോടിയിൽ നിന്നും 4134 കോടിയായി മാറി. 4041 കോടി രൂപയുടെ റവന്യൂ ആണ് പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് റവന്യൂ കമ്പനിക്ക് മാർക്കറ്റ് എസ്റ്റിമേഷൻ ബീറ്റ് ചെയ്യാൻ സാധിച്ചു. കൂടാതെ 306 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് ഗുജറാത്ത് ഗ്യാസ് 410 കോടി രൂപയുടെ പ്രോഫിറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റിൽ 85% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 221 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 410 കോടിയിലേക്കാണ് ഉയർന്നിരിക്കുന്നത്. ഗുജറാത്ത് ഗ്യാസിൻ്റെ എബിറ്റ 47% വർദ്ധിച്ച് 401 കോടിയിൽ നിന്നും 591 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 10.19%-ൽ നിന്നും 14.2%-ലേക്ക് ഉയരുകയും ചെയ്തു. വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിരിക്കുന്ന ഒരു ക്വാർട്ടർലി റിസൾട്ടാണ് DCM ശ്രീരാം പുറത്തുവിട്ടിരിക്കുന്നത്. DCM ശ്രീരാമിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 36% ഇടിഞ്ഞ് 187 കോടിയിൽ നിന്ന് 118 കോടിയിലേക്ക് എത്തുകയും റവന്യൂ 11.15% ഇടിഞ്ഞ് 2720 കോടിയിൽ നിന്നും 2399 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. എബിറ്റ മാർജിൻ 167 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 12.7%-ൽ നിന്നും 11.05%-ലേക്ക് എത്തി. എബിറ്റ 23.38% ഇടിഞ്ഞ് 346 കോടിയിൽ നിന്നും 265 കോടിയിലേക്ക് എത്തി. റോട്ട് മൊബൈലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 8% ഇടിഞ്ഞ് 104 കോടിയിൽ നിന്നും 95.16 കോടിയിലേക്ക് എത്തി. മാർക്കറ്റ് 91 കോടി രൂപയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. റവന്യൂവിൽ മാർജിനൽ ഇൻക്രിമെൻ്റ് ആണ് കാണുന്നത്. റവന്യൂ 1008 കോടിയിൽ നിന്നും 1017 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. 1055 കോടി രൂപയുടെ റവന്യൂ ആണ് പ്രതീക്ഷിച്ചത്. ഇൻ ടേംസ് ഓഫ് റവന്യൂ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ മിസ് ചെയ്തിട്ടുണ്ട്.
പ്രോഫിറ്റ് മാർജിൻ 74 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 13.08 നിന്നും 12.33% എത്തി. എബിറ്റ 4.94% ഇടിഞ്ഞ് 132 കോടിയിൽ നിന്ന് 125 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്റ്റിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് അത്ര മികച്ചതല്ല. റവന്യൂ 5% വർദ്ധിച്ച് 3200 കോടിയിൽ നിന്നും 3386 കോടിയിലേക്ക് ഉയർന്നെങ്കിലും കമ്പനിയുടെ നെറ്റ് ലോസ് 482 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 1893 കോടി രൂപയുടെ ലോസിലേക്ക് എത്തിയിട്ടുണ്ട്. 2376 കോടി രൂപയുടെ ഓൺ ടൈം എക്സെപ്ഷണൽ ലോസിൻ്റെ പശ്ചാത്തലത്തിലാണ് കമ്പനിയുടെ നെറ്റ് ലോസ് 1893 കോടി രൂപയുടെ ലോസിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടാതെ എബിറ്റ ലോസ് 664 കോടിയിൽ നിന്നും 1239 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് 742 കോടി രൂപയുടെ എബിറ്റ ലോസാണ് പ്രതീക്ഷിച്ചത്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 10 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ കമ്പനി ഇൻട്രം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. മൈക്രോ ഫിനാൻസ് സെക്ടറിലെ ഒരു എമർജിംഗ് സ്റ്റോക്കായ ഫ്യൂഷൻ മൈക്രോ ഫിനാൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 29.6% വർദ്ധിച്ച് 521 കോടിയിൽ നിന്നും 675 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് 15.8% വർദ്ധിച്ച് 115 കോടിയിൽ നിന്നും 133 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് 2 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. പ്രുഡൻറ്റ് കോർപ്പറേറ്റ് അഡ്വൈസറിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് ഇൻകം 39.83% വർദ്ധിച്ച് 140 കോടിയിൽ നിന്നും 195 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 60% വർദ്ധിച്ച് 19 കോടിയിൽ നിന്നും 31 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ന്യൂസ് പോയിന്റ് ഓഫ് വ്യൂ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ ശ്രദ്ധിക്കാം. ഒന്ന്, IT കമ്പനിയിലെ വിപ്രോയും രണ്ടാമത്തേത് IT സെക്ടറിലെ മാസ്റ്റെക്കും. വിപ്രോ എന്ന കമ്പനി മൈക്രോസോഫ്റ്റുമായി ചേർന്ന് ഒരു ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് വെർച്വൽ അസിസ്റ്റൻറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിനെ കേറ്റർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് വെർച്വൽ അസിസ്റ്റൻ്റാണ് വിപ്രോ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മാസ്റ്റെക് എന്ന കമ്പനിയും ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഐക്കോണിക്സ് എന്ന പേരിൽ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കമ്പനി ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സബ്സിഡറി കമ്പനിയായ ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലീൻ മൊബിലിറ്റി എന്ന കമ്പനിയിൽ 580 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ഓറിയൻറ്റ് ഇലക്ട്രിക് എന്ന കമ്പനി തെലങ്കാനയിലെ ഗ്രീൻഫീൽഡ് മാനുഫാക്ചറിംഗ് പ്ലാന്റിലെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ബജാജ് അലയൻസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ബജാജ് ഫിൻസർവ് എന്ന സ്റ്റോക്കിനെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.